രാജ്യത്തിലുടനീളമുള്ള ജനങ്ങളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ക്ഷേമവും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ. ഈ ദൗത്യത്തിനായി മുൻനിരയിൽ പ്രവർത്തിക്കുന്ന 1000 പഞ്ചായത്തുകളെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നന്നായി പ്രവർത്തിച്ച 1000 പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുകയും അർഹത ലഭിച്ചവർക്ക് 1 ലക്ഷം രൂപ നൽകുകയും ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ സുപോഷിത് ഗ്രാമപഞ്ചായത്തുകളുള്ള 3 ജില്ലകളെ ടോപ്പ് പെർഫോമിംഗ് ജില്ലകളായി പ്രഖ്യാപിക്കും. 2024 ഡിസംബർ 26 മുതൽ ഇതിനായുള്ള നോമിനേഷൻ പ്രക്രിയകൾക്ക് ആരംഭം കുറിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് നോമിനേഷൻ പ്രക്രിയ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെയും സേവന വിതരണത്തിന്റെയും സുതാര്യത വർദ്ധിപ്പിക്കുവാനും അങ്കണവാടി പ്രവർത്തകരുടെ ക്രിയാത്മകമായ ഇടപെടൽ സാധ്യമാക്കാനും ഈ അവാർഡ് ലക്ഷ്യം വയ്ക്കുന്നു. ആദ്യഘട്ടത്തിൽ നോമിനേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ പുരോഗതികൾ വിലയിരുത്തുന്നതിന് ഇനി പറയുന്ന ഇൻഡിക്കേറ്ററുകൾ സൂക്ഷ്മമായി പരിശോധിക്കും. ഇതിൽ 5 വയസ്സിന് താഴെയുള്ള സാം കുട്ടികളുടെ 6 മാസം മുതലുള്ള വളർച്ചാ പുരോഗതി പരിശോധിക്കും. 3 വയസ്സിന് താഴെയുള്ള സീവിയർലി അണ്ടർ റൈറ്റ് കുട്ടികളുടെ പുരോഗതി പരിശോധിക്കും. 3 വയസ്സിന് താഴെയുള്ള സീവിയർലി സ്റ്റണ്ടഡ് ആയ കുട്ടികളുടെ പുരോഗതി വിലയിരുത്തുന്നു. 3 വയസ്സിന് താഴെയുള്ള മാം കുട്ടികളുടെ വളർച്ചാ പുരോഗതി പരിശോധിക്കും. ഗർഭിണികളുടെ പ്രഗ്നൻസി സമയങ്ങളിൽ അനുയോജ്യമായ വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. കൃത്യസമയത്ത് തുടർച്ചയായി ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും SNP കിട്ടുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് SNP കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കും. വളർച്ചാ നിരീക്ഷണത്തിലെ കൃത്യത കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാനദണ്ഡമായി മാറി. അങ്കണവാടിയിൽ ശൗചാലയ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. 21 ദിവസത്തിൽ കൂടുതൽ THR HCM വിതരണം ഉറപ്പുവരുത്തുന്നു. ഇതിനെല്ലാം തന്നെ മാർക്കുകൾ സ്ലാബ് അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അവ ഇങ്ങനെയാണ്: 95% മുതൽ 100% വരെ കൃത്യമായി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിന് 15 മാർക്ക് ലഭിക്കും. 90 മുതൽ 95% വരെ 10 മാർക്കും 85 മുതൽ 90% വരെ 5 മാർക്കും ലഭിക്കും. എന്നാൽ 85% താഴെ വരുന്നവർക്ക് മാർക്ക് ലഭിക്കില്ല. ഈ മാനദണ്ഡങ്ങൾക്ക് പുറമെ ബേസ് ലൈൻ ക്രൈറ്റീരിയയായി പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്തിന് കീഴിലുള്ള അങ്കണവാടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അത് ഏതൊക്കെയെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. അർഹതയ്ക്കുള്ള അംഗീകാരത്തിന് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. നന്ദി.